പവർ ഗ്രൂപ്പിൽ ഒരു മന്ത്രിയുമുണ്ട് എന്നാണ് സംവിധായകൻ വിനയൻ പറഞ്ഞിരിക്കുന്നത്. ഇതേക്കുറിച്ച് എന്താണ് സോണിയയ്ക്ക് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഉണ്ട്. സോണിയയ്ക്കും ഉറപ്പാണ്? അതെ. അപ്പൊ പവർ ഗ്രൂപ്പിൽപ്പെട്ടവരാണ് ഭരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ പവർ ഗ്രൂപ്പിന്റെ പേരുകൾ പുറത്തേക്ക് വരിക? അത് ബുദ്ധിമുട്ടാണ്. ഒന്നുകൂടി പറയൂ സോണിയ. കാരണം സോണിയയുടെ അച്ഛൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറഞ്ഞ് സിനിമാ മേഖലയിൽ നിന്ന് വാർദ്ധക്യകാലത്ത്, അവസാന കാലത്ത് സിനിമാ മേഖലയിൽ നിന്നും വലിയ ഒരു ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തിയാണ്. അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്നു. ആ തുറന്നു പറച്ചിലിന് പിന്നാലെ അദ്ദേഹത്തിന് സിനിമകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടായിരുന്നു. അന്ന് തിലകനെ ഒറ്റപ്പെടുത്തിയവരിൽ പെട്ടവർ തന്നെയാണ് ഈ പവർ ഗ്രൂപ്പിൽ ഇപ്പോഴും ഉള്ളത്, അല്ലേ? കേൾക്കുന്നില്ല കേട്ടോ. സോണിയ കേൾക്കാമോ? സോണിയ കേൾക്കാമോ? കേൾക്കാം. ഞാൻ ചോദിച്ചത്, അന്ന് തിലകനെ ഒറ്റപ്പെടുത്തിയവരിൽ തന്നെയാണോ ഇന്നും പവർ ഗ്രൂപ്പിൽ തുടരുന്നത്? ഈ പറഞ്ഞ മന്ത്രി അടക്കം. താങ്കൾ പറയുന്നത് മന്ത്രി ഉണ്ടെന്ന് ഉറപ്പാണെന്ന്. അപ്പോൾ ആ മന്ത്രി അടക്കമാണ് അന്നും ഇന്നും പവർ ഗ്രൂപ്പിലുള്ളത്, അല്ലേ? മറ്റു പലരും ഉണ്ട്, അദ്ദേഹം മാത്രമല്ല. അപ്പോൾ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പേരുകളൊന്നും ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല. താനടക്കമുള്ള പേരുകൾ പുറത്തു വരണം ഒരിക്കലും ഒരു മന്ത്രി ആഗ്രഹിക്കില്ലല്ലോ. അല്ല, ഇപ്പം ഈ 65 പേജുകൾ മാറ്റി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ജസ്റ്റിസ് ഹേമ ലെറ്റർ അയച്ചത് പ്രകാരമെന്ന് പറയുന്നു. ജസ്റ്റിസ് ഹേമ ഈ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം അങ്ങനെ ഒരു ലെറ്റർ അയക്കുന്നതിന് എന്തെങ്കിലും ഒരു നിയമസാധുതയുണ്ടോ? വൺസ് അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പബ്ലിക്കിന് കൊടുക്കാമല്ലോ. അപ്പം അത് മാറ്റി വെക്കണമെന്ന് അങ്ങനെ ഒരു പിന്നീട് ഒരു ആവശ്യം ഉന്നയിച്ചതിൻ്റെ പിന്നിൽ ഈ പവർ ഗ്രൂപ്പിൻ്റെ ഒരു ഇടപെടലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഇങ്ങനെ ഒരു കത്ത് നിങ്ങൾ തരണം, ഔദ്യോഗികമായി തന്നെ ഒരു കത്ത് വേണ്ടതുണ്ട്, അല്ലേ? അതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വിടാതിരിക്കാം, അതിനുവേണ്ടി ഇവരുടെ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഈ നിമിഷവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു കമ്മിറ്റി മാത്രമാണ്. ആ കമ്മിറ്റിയെ ഈ കാര്യങ്ങൾ പഠിക്കാൻ ഏൽപ്പിക്കുന്നു. അത് വിശദമായി പഠിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ഈ സിനിമാ മേഖല വൃത്തിയാക്കാമെന്നുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇരകളുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു പറയുന്നു. WCC എന്ന സംഘടനയുടെ ഇടപെടലിനെ കുറിച്ച് എടുത്തു പറയുന്നു. WCC എന്ന സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് സിനിമ ലഭിക്കാതിരുന്നതിനെ കുറിച്ച് എടുത്തു പറയുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു കമ്മിറ്റിയെ നമ്മൾ സംശയിക്കേണ്ടതുണ്ടോ? കമ്മിറ്റിയെ സംശയിക്കുന്നില്ല. ആ കമ്മിറ്റി കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് വസ്തുതാപരമാണോ എന്ന് അന്വേഷിക്കാൻ, അതിനെതിരെ കേസെടുത്ത് അന്വേഷിക്കാമല്ലോ. ഇപ്പം അതല്ല, അതിൽ ഒരു അഡ്വൈസ് ഇല്ല, അതായത് കേസ് എടുക്കണമെന്ന് അഡ്വൈസ് ഇല്ല, ഇതൊക്കെയാണ് ഇതിൽ നടക്കുന്നത് എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നതെന്ന് റിപ്പീറ്റഡായിട്ട് പറയുമ്പം എന്തോ എവിടെയോ ഒരു ദുരൂഹത പോലെ തോന്നുന്നു. പല ഒഫൻസുകളും പുറത്തു വരാത്ത പേജിൽ കേസ് എടുക്കണമെന്ന് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങളുമായിട്ട് അത് പുറത്തു വിടുകയും അതിൽ ഒഫൻസ് ചെയ്തിട്ടുള്ളവർക്കെതിരെ ആക്ഷൻ എടുക്കുകയും തന്നെയാണ് ഈ ഒരു അവസരത്തിൽ വേണ്ടത്. അറ്റ്ലീസ്റ്റ് അത് അന്വേഷിക്കാമല്ലോ. അപ്പോൾ ഇതിൽ അന്വേഷിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞത് റിപ്പോർട്ട് മാറ്റിവെക്കുന്ന ഒരു പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ആധികാരികമായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല, ഇപ്പം ഇവിടെ ഇതിലിരിക്കുന്നത് കൊണ്ട്. ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ജിൻഡോ, ഇപ്പോൾ പവർ ഗ്രൂപ്പിൽ മന്ത്രിയുണ്ട് എന്നുള്ള ഒരു പ്രതികരണം ആദ്യം നടത്തിയത് വിനയനാണ്. ഇപ്പോൾ അത് മന്ത്രിയുണ്ട് എന്നും അത് അന്നുമുണ്ട് ഇന്നുമുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സോണിയ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.